ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചില ആത്മീയ ചിന്തകൾ പങ്കിടുന്നതിന് ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഏകദേശം 2 നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന നമ്മുടെ രാജ്യം രാഷ്ട്രീയ വിമോചനം പ്രാപിച്ച സമയമായിരുന്നു 1947 ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രിയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചിഹ്നമായി മൂവർണ്ണ പതാക ഡൽഹിയിൽ ചെങ്കോട്ടയിൽ പാറിക്കളിക്കുന്ന ആ സമയം, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാരതന്ത്ര്യത്തിൻ്റെ എല്ലാ ബലഹീനതയെയും അതിൽ നിന്ന് നമുക്ക് ഒരു വിമോചനം നൽകത്തക്ക നിലയിൽ, ആനന്ദം നൽകത്തക്ക രീതിയിൽ, സന്തോഷം നൽകത്തക്ക രീതിയിൽ ആ ഒരു അനുഭവം എത്രയും നമുക്ക് അനുഗ്രഹീതമായ ഒരു സന്ദർഭമായി നമ്മളെല്ലാവരും കണക്കാക്കുന്നു. ഒരുപക്ഷെ സംസാരിച്ചു വരുമ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നൊക്കെ ചോദിച്ചാൽ പലപ്പോഴും അതിന് കിട്ടുന്ന ഉത്തരം പല രീതിയിലായിരിക്കും. എന്നാലും രാഷ്ട്രീയ സ്വാതന്ത്ര്യം അത്ര ചെറിയ കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗവൺമെൻറ്, നമ്മുടേതായിട്ടുള്ള ഒരു ഭരണം, ഇതൊക്കെ നമുക്ക് ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15 അതിനുശേഷം എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനാഘോഷവും റിപ്പബ്ലിക് ദിനാഘോഷവുമൊക്കെ നമ്മളെ വീണ്ടും ആ സന്തോഷകരമായ ദിനത്തിലേക്ക്, അതിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മളത് എൻജോയ് ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രം മൊത്തമായി അത് എൻജോയ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ പലപ്പോഴും നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭ്യമാകേണ്ടതിന് വേണ്ടി പോരാടിയ നമ്മുടെ പൗരാണികരായ ആ പുരാതന നേതാക്കളെയൊക്കെ നമ്മൾ ഓർക്കുന്നു. അവരുടെ നിസ്വാർത്ഥമായ സേവനത്തെ, അവരുടെ കഷ്ടതയെ, അവരുടെ പീഡനത്തെ എല്ലാം നമ്മൾ സ്മരിക്കുന്നു. മഹാത്മാഗാന്ധിയെ പോലെ, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, രക്തസാക്ഷിയായി മരിച്ച ഭഗത് സിംഗിനെ പോലെ, അങ്ങനെ ഒത്തിരി ആളുകൾ അവരുടെയൊക്കെ പ്രവൃത്തിയുടെ ഫലമായാണ്, അധ്വാനത്തിൻ്റെ ഫലമായാണ് നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഏറ്റുപറയുന്നു. എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം കാര്യമായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായുമില്ല. നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ളൊരു അവകാശം എന്ന നിലയിലല്ല ഞാനതിനെ കാണുന്നത്. പ്രത്യുത പാരതന്ത്ര്യത്തിൽ നിന്നുള്ള വിടുതൽ, അതാണല്ലോ പാരതന്ത്ര്യം, സ്വാതന്ത്ര്യം. നമ്മൾ മറ്റുള്ളവരാൽ ഭരിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ഗവൺമെൻറ് നമ്മളെ ഭരിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം. ദറ്റ് ഈസ് വണ്ടർഫുൾ. എന്നാൽ ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം എല്ലാമായി എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വേറെ എന്തെല്ലാം നിലകളിൽ നമ്മൾ അടിമത്തം അനുഭവിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം അനിവാര്യമായിരിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്, നമുക്ക് എക്കണോമിക് ഫ്രീഡം ആവശ്യമുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം അത് ഇന്ന് എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചാൽ, സ്വത്ത് മുഴുവൻ ചില ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം അതുപോലെ അനുഭവിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഇൻഫ്ലേഷനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും വാങ്ങിക്കാൻ നല്ലൊരു കൂട്ടം ആളുകളെയും അവർക്കതിന് കഴിയാതിരിക്കുന്നതായ ഒരു സാഹചര്യം. സാമ്പത്തിക സ്വാതന്ത്ര്യം തീർച്ചയായും നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അതുപോലെ സാമൂഹ്യ സ്വാതന്ത്ര്യം. അപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് വേണം, അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് വേണം, സാമൂഹിക സ്വാതന്ത്ര്യം നമുക്ക് അനിവാര്യമാണ്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പാരതന്ത്ര്യത്തിലാക്കിയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. ജാതി വ്യവസ്ഥ, അതൊക്കെ നമ്മളിന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതൊക്കെ നമ്മുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായ കാര്യങ്ങളാണ്. 1947 രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയാനായിട്ട് കഴിയുന്നില്ല. ഈവൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പോലും പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നതായ സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഈ 75 വർഷം സ്വാതന്ത്ര്യം കൊണ്ടാടുന്ന ഈ സമയത്ത് അനിവാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹിക സ്വാതന്ത്ര്യം
അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പാരതന്ത്ര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും കൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഏറ്റവും വലിയ പാരതന്ത്ര്യം? ഏറ്റവും വലിയ അടിമത്തം എന്താണ്? ഏറ്റവും വലിയ അടിമത്തം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. അതൊക്കെ തീർച്ചയായും അടിമത്തം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു അടിമത്തം ഓരോ വ്യക്തിയും അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു പരിധി വരെ പറഞ്ഞാൽ അത് എന്നിൽ നിന്ന്, എൻ്റെ പാപ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതലാണ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്താണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ, പലപ്പോഴും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള നല്ല അനുഭവങ്ങളെ നമുക്ക് ലഭ്യമല്ലാതാകുന്നതാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെയോ മറ്റൊരു രാഷ്ട്രത്തിൻ്റെയോ മറ്റോ അടിമകളായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതായ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയാതെ നമ്മളെ സമ്മതിക്കാതെ അടിമകളാക്കിയിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റൊന്ന്. ഇതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വാസ്തവത്തിൽ പാപത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. അതായത് നമ്മളൊക്കെ സ്വതന്ത്രരാണെന്ന് നമ്മൾ പറയും. നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ ഇന്ത്യക്കാർ സ്വതന്ത്രരാണ് എന്ന് പറയും. കുറച്ചുകൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളവരുണ്ട്. അതൊന്നും ഇന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എങ്കിലും നമ്മൾ ചിലപ്പോൾ പറയും, പണ്ടത്തെ പോലല്ല, ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, ജാതി വ്യവസ്ഥയൊക്കെ പോയി എന്നൊക്കെ നമ്മൾക്ക് പറയും. എല്ലാവരുടെയും മനസ്സിൽ നിന്നൊന്നും അത് പോയിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള അടിമത്തത്തിൻ്റെ ചില കാര്യങ്ങളിൽ വിടുതൽ പ്രാപിക്കുമ്പോഴും ഇന്നും നമുക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒന്നാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അഥവാ അടിമത്തം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നന്മ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. നന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും അതിനെന്നെ സമ്മതിക്കാതെ എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പ്രമാണത്തെ ഞാൻ കാണുന്നു, പാപപ്രമാണം. ആ പാപപ്രമാണത്തിന് അത് എന്നെ അധീനമാക്കുന്നു എന്ന് പറയുന്നതായ ഒരു അവസ്ഥ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാതെ തിന്മ പ്രവർത്തിച്ചു പോകുന്നതായ ഒരു അവസ്ഥ. ഇത് അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മൾ പൗരാണിക കഥകളൊക്കെ വായിക്കുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യം ധൃതരാഷ്ട്രർ പറയുന്നുണ്ട്. ധൃതരാഷ്ട്രരുടെ മക്കളാണല്ലോ പാണ്ഡവരും കൗരവരും. ആ ധൃതരാഷ്ട്രർ പറയുന്നൊരു കാര്യമുണ്ട്, നന്മ എന്താണെന്നുള്ളത് എനിക്കറിയാം, അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുകയാണ്. അപ്പോൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അത് ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും അടിമത്തമാണ്. ആ അടിമത്തം ധൃതരാഷ്ട്രരുടെ ജീവിതത്തിലോ പൗലോസിന്റെ ആദ്യകാല ജീവിതത്തിലോ മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴുമുള്ള കാര്യമാണ്. പാപത്തിന്റെ അധീനതയിൽ കഴിയുന്ന ഒരു അവസ്ഥ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജാതി വ്യവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുവെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അതിനെല്ലാം അപ്പുറത്തായിട്ട് നമ്മളെ കീഴടക്കിയിരിക്കുന്ന പാപ സ്വഭാവം, അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ നമ്മൾ വിലപിക്കുന്നതായ പൗലോസ് തൻ്റെ പഴയ അവസ്ഥയെക്കുറിച്ച്, യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് കഴിയുന്നില്ല. ഈ പാപത്തിന് അധീനമായ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് അഥവാ ഈ ജഡത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പക്ഷെ അതൊരു വിലാപമായി അവസാനിക്കുകയല്ല. പ്രത്യുത പൗലോസ് അവിടെ പറയുന്നത്, ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഈ പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ എനിക്ക് സ്വയമായി അതിന് കഴിവില്ല എങ്കിലും എന്നെ വിടുവിക്കുവാൻ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് യേശു കർത്താവ്, യേശുക്രിസ്തു എന്ന് പറയുന്നു. അതാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ അസ്വാതന്ത്ര്യത്തിന്റെയും പാരതന്ത്ര്യത്തിന്റെയും പ്രത്യേകത, അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ അനന്തരഫലം നമുക്ക് ഉണ്ടാകുന്നത് ഈ ലോകത്തിൽ വെച്ചാണ്, ബാക്കിയുള്ള എല്ലാ സ്വാതന്ത്ര്യ പാരതന്ത്ര്യത്തിന്റെയും. എന്നാൽ പാപത്തിന്റെ പാരതന്ത്ര്യം നമ്മളെ വേട്ടയാടുമ്പോൾ
അതിന്റെ കോൺസിക്വൻസ് നല്ലൊരു രീതിയിൽ പറഞ്ഞാൽ അത് നടക്കുന്നത് ഈ ലോകത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലാണ്. എന്നാൽ അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് 70, 80, 100 അല്ലെങ്കിൽ 110 വർഷങ്ങളൊക്കെയാണല്ലോ. അതൊക്കെ എത്ര ആൾക്കാർക്കുണ്ട്. അതിനുശേഷം നിത്യമായി നിരന്തരമായി നമ്മൾ ജീവിക്കുന്ന ഒരു നിത്യത നമുക്കുണ്ട്. ആ നിത്യതയിൽ നമ്മുടെ പാപത്തിന്റെ അടിമത്തം, ഇവിടെ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവന് ചിലപ്പോൾ സുഖിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവൻ മരണം കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഏറ്റവും അഗാധമായ നരകത്തിലേക്കാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടുന്നത് നല്ല കാര്യം, നമുക്ക് കിട്ടി. നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ വെരി ഗുഡ്, അപ്രീഷിയേറ്റ് ചെയ്യാം. ജാതി വ്യവസ്ഥ തീർന്നോ? പൊക്കോട്ടെ, വെരി ഗുഡ്. എന്നാൽ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആത്യന്തികമായി നമ്മുടെ ജീവിതം നരകത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ദുരന്തം ഇവിടെ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും അതിന്റെ ദുരന്തം നമ്മളെ വേട്ടയാടുന്നതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, റോമാലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ 18-ാം വാക്യവും 22-ാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ, അവിടെ 18-ാം വാക്യത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ ദാസന്മാരായ ആളുകൾ യേശുക്രിസ്തുവിലൂടെ നീതിക്ക് ദാസന്മാരായി തീരുന്ന ഒരവസ്ഥ. അതിനെ അടിമത്വം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നീതിയുടെ അടിമയാണെന്ന് ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് സ്വാതന്ത്ര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ അവൻ നീതിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ്. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതും, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് അടുത്തത് എന്താണ്? അടുത്തത് നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരായി തീരുകയാണ്. ദൈവത്തിന്റെ അടിമകളാവുക എന്നു പറയുന്നതിനകത്ത് ആ രീതിയിലുള്ള അതിനെ അടിമത്തം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സുഖകരമായ ഒരു അടിമത്തമാണ്. ആ ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. ഇത് യേശു കർത്താവിലൂടെയുള്ള പാപവിമോചനം പ്രാപിച്ച വ്യക്തികൾക്കുള്ള ഒരു കത്താണ് പൗലോസ് ഇവിടെ എഴുതുന്നത്. അവർ ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കുന്നു. അതിന്റെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. ആത്യന്തികമായി എന്താ സംഭവിക്കുന്നത്? ഇവിടെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ ആത്യന്തികമായി നിത്യജീവനിലേക്കാണ് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്കാണ്. നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ നിത്യജീവങ്കിലേക്ക് നടത്തുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് യേശു കർത്താവിന്റെ ഭൂമിയിലെ ഇടപെടൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ അതിന്റെ അന്ത്യം, ഇപ്പോൾ തന്നെ നമ്മൾ സ്വതന്ത്രരാവുകയാണ്, പക്ഷെ അതിന്റെ അന്ത്യം എന്താണ്? നിത്യജീവൻ. ആ നിത്യജീവൻക്കലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളിവിടെ കാണുന്നതായ ഒരു കാര്യം. റോമാലേഖനത്തിലെ തന്നെ 8-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിലും ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. അപ്പോൾ പാപവും മരണവും ഒരുമിച്ച് കിടക്കുകയാണ്. മരണം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വാഭാവിക മരണം മാത്രമല്ല, നിത്യമരണമാണ്. കാരണം നമുക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കുമ്പോൾ ലഭിക്കുന്നത് നിത്യജീവനാണ്. നിത്യജീവന്റെ വിപരീത പദം നിത്യമരണം അഥവാ നിത്യനരകം എന്നുള്ളതാണ്. അതിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ഇത് വരുത്തും എന്നല്ല, വരുത്തിയിരിക്കുന്നു. അതായത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് സ്വതന്ത്ര ഭാരതമാണ്, ഇവിടെ ജീവിക്കുന്നവരെല്ലാം സ്വതന്ത്രരാണ് എന്ന് നമ്മൾ വീമ്പിളക്കുമ്പോഴും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മളും മറ്റൊരു പാരതന്ത്ര്യത്തിലാണ്. ഭൂമിയിലെ പല പാരതന്ത്ര്യങ്ങളും നമുക്കുണ്ട്, സാമ്പത്തികം, സാമൂഹികം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അതിലെല്ലാത്തിലും ഉപരിയായി എല്ലാവരും കഴിയുന്നതായ, എല്ലാവരും അനുഭവിക്കുന്ന ഒരു പാരതന്ത്ര്യമാണ് പാപത്തിന്റെ പ്രമാണത്തിൽ അധീനരായിരിക്കുന്ന, ആ പാപത്തിനധീനരായ അടിമകളായിരിക്കുന്ന അവസ്ഥ. ഇതിൽ നിന്നാണ്
ശരിക്കും നമുക്ക് വിമോചനം ആവശ്യമായിരിക്കുന്നത്. അത് തരുന്നത് ആരാണ്? അത് യേശുവാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ് യേശു കർത്താവ്. യേശുവിന്റെ ജനനത്തിന് മുമ്പ് യേശുവിന്റെ പിതാവായ യോസഫിന് ദൂതൻ പ്രത്യക്ഷനായി യോസഫിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു വാക്കുണ്ട്. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കുവാനിരിക്കുന്നതുകൊണ്ട്, വിടുവിക്കാനിരിക്കുന്നതുകൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. അപ്പോൾ യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ വീണ്ടെടുക്കുന്നവൻ, രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, സ്വാതന്ത്ര്യം നൽകുന്നവൻ എന്നൊക്കെയാണ്. അവനവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നതുകൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. അപ്പൊ യേശുവിന്റെ പേര് പറയുന്നത് പോലെ യേശു ഒരു രക്ഷകനാണ്, വിടുവിക്കുന്നവനാണ്, സ്വതന്ത്രനാക്കുന്നവനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അപ്പോൾ പാപത്തിന്റെ പാരതന്ത്ര്യത്തിൽ കഴിയുന്നവൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ അവൻ യേശുവിങ്കലേക്ക് നോക്കണം. പാപത്തിൽ കഴിയുന്നവന് ദൈവവുമായി റിലേഷനില്ല, ബന്ധമില്ല. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അങ്ങനെ ആദമും ഹവ്വയും ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൽ കഴിയുമ്പോഴാണ് അവർ പാപം ചെയ്യുന്നത്. പാപം ചെയ്തതോടുകൂടെ സംഭവിക്കുന്നത് അവർക്ക് ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു, ദൈവത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുന്നു. ആ അവസ്ഥയിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരുന്നതാണ് യേശു കർത്താവ്. അതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. കാൽവറി ക്രൂശിൽ യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചതുകൊണ്ട്, നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ യേശു ഏറ്റെടുത്തതുകൊണ്ട്, നമ്മുടെ പാപത്തിന്റെ കടം നമുക്ക് പകരം യേശു കർത്താവ് വീട്ടിയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ റോമാലേഖനത്തിന്റെ തന്നെ 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതായത് യേശു മുഖാന്തരം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മൂലമാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. അവ എങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്? യേശുവിന്റെ രക്തത്താൽ. ഇന്നെന്റെ വാക്കുകളെ കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോക ചരിത്രം മുതൽ ഇങ്ങോട്ട് ഒരു കാലയളവിലും ഒരു വ്യക്തിയും മനുഷ്യന്റെ പാപങ്ങൾക്ക് പകരമായി ഒന്നും ചെയ്തിട്ടില്ല, യേശു ഒഴികെ. ഒരു ദൈവവും മനുഷ്യന്റെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിച്ചിട്ടില്ല. ദേവന്മാരൊക്കെ ഒത്തിരിയുണ്ട്, പക്ഷെ അവരൊക്കെ നല്ല മനുഷ്യരെ രക്ഷിക്കുകയും മോശം മനുഷ്യരെ കൊല്ലുകയും പാപികളെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. എന്നാൽ യേശു വന്നത് പാപികളെ കൊല്ലുവാനല്ല, അവിടുന്ന് വന്നത് പാപികളെ സ്നേഹിച്ച് അവരെ വിടുവിക്കുവാനാണ്. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. അവിടുത്തെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം, അപ്പോൾ ദൈവവുമായിട്ട് റിക്കൺസൈൽഡ് ആകുന്ന ആ റിക്കൺസിലിയേഷൻ നടക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്, അഥവാ യേശുവിന്റെ മരണത്താലാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അത് നമുക്ക് പകരമായിട്ട് യേശു ഏറ്റെടുത്തതുകൊണ്ട്, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ കടം കാൽവറി ക്രൂശിൽ യേശു വീട്ടിക്കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട കാര്യമില്ല. അതാണ് 2-ാമത്തെ വാക്യത്തിൽ റോമാലേഖനം 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ആക്സസ് ഉണ്ട്. നൗ വി ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗാഡ്. നമുക്ക് ദൈവവുമായിട്ട് ആക്സസ് ഉണ്ട്. എനിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. നേരത്തെ ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഞാനൊരു പാപിയായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല. എന്റെ പാപത്തെ മോചിച്ചുകൊണ്ട് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് എനിക്ക് സ്വാതന്ത്ര്യം പ്രാപ്തമാക്കി തീർത്തു. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തി. അല്ലാത്ത പല സ്വാതന്ത്ര്യങ്ങൾ നമുക്കുണ്ടാവാം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹിക സ്വാതന്ത്ര്യം, അങ്ങനെ ഒത്തിരി സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഉള്ള വ്യക്തിയും പാപത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
അവൻ പാരതന്ത്ര്യം അനുഭവിക്കുന്നവനാണ്. അവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണെന്ന് പറയാൻ കഴിയില്ല. ഒരുവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത് യേശുക്രിസ്തുവിലൂടെ പാപവിമോചനം പ്രാപിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, കൃത്യമായി പറയുന്നതായ കാര്യം എന്ന് പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരല്ല. അതാണ് വിഷയം. ശരിക്കും സാക്ഷാൽ സ്വാതന്ത്ര്യം, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം. ബാക്കിയുള്ള സ്വാതന്ത്ര്യമൊക്കെ നല്ല കാര്യമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്, സാമൂഹിക സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്. ആ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് സമാധാനമുള്ളത്. ആ വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശവുമുണ്ട്. ഈ അവകാശം ലഭിക്കുന്നവർ മാത്രമാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവർ. ആ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ എനിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാനുള്ള കാര്യം ഇതാണ്. അടിസ്ഥാനപരമായി ഉത്ബോധിപ്പിക്കാനുള്ള കാര്യം, ഈ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കണം. അപ്പോഴാണ് നമ്മൾ സാക്ഷാൽ സ്വതന്ത്രർ എന്ന അവസ്ഥയിലേക്ക് വരുന്നത്. എന്നാൽ അതേസമയം ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിശ്വാസികളായ വ്യക്തികളോട് മാത്രം പറയുന്ന ഒരു കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ സാക്ഷാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായ വ്യക്തികൾ, അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത വ്യക്തികളെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പരിധിവരെ സാമൂഹ്യമായി ഉന്നത അവസ്ഥയിലുണ്ടായിരുന്ന എത്രയോ നമ്മുടെ നേതാക്കന്മാർ കഷ്ടം സഹിച്ച് അടികൊണ്ട് പീഡിപ്പിക്കപ്പെട്ടൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ അതുപോലെ സുഭാഷ് ചന്ദ്രബോസോ അതല്ലെങ്കിൽ അതുപോലുള്ള ഏത് വ്യക്തികളുടെയും കാര്യം എടുത്ത് നോക്കിക്കേ. അവരൊക്കെ എന്തിനാണ് ഈ പീഡിപ്പിക്കപ്പെട്ട് ഇത്രയും കഷ്ടമൊക്കെ അനുഭവിച്ചത്? അവരുടെ സ്വകാര്യമായ ലാഭത്തിന് വേണ്ടിയല്ല. പ്രത്യുത അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ നാട്ടുകാര്, എൻ്റെ രാജ്യക്കാര് അവര് സ്വാതന്ത്ര്യം പ്രാപിക്കണം, അവർക്ക് വേണ്ടി ഒരു സ്വതന്ത്രമായ ഭാരതം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള അഭിനവമായ അഭിവാഞ്ചയിൽ നിന്നാണ്, നിസ്വാർത്ഥമായ നിലയിലാണ് അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായി പീഡനം സഹിച്ചത്. അവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് മാത്രമല്ലായിരുന്നു വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമല്ല, അവരുടെ സഹജീവികൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിരിക്കണം എന്നുള്ളതായ വലിയ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. ഇതുപോലെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം പാപത്തിൽ നിന്ന്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അല്ലാതെ എന്തെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയാലും അതിനെ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. സാക്ഷാൽ സ്വാതന്ത്ര്യം എപ്പോഴും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഞാൻ സ്വാർത്ഥനാകാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറഞ്ഞ് വെറുതെ തുള്ളിച്ചാടി നടന്നാൽ മാത്രം പോരാ. തുള്ളിച്ചാടിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, അത് തുള്ളിച്ചാടേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ സഹജീവികൾ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ അവരൊക്കെ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നത് കാണുമ്പോൾ അവരെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മുടെ മേലിരിക്കുകയാണ്. അത് വളരെ അനിവാര്യമായ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ നടക്കുന്നതായ ഈ സമയത്ത് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കുക മാത്രമല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളെ നയിക്കുവാൻ കൂടിയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള അനേകർ അവരുടെ ജീവനെ തൃണവൽഗണിച്ച് പാരതന്ത്ര്യത്തിൽ കഴിഞ്ഞിരുന്നവരായ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുവെങ്കിൽ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി അവർ ജീവിച്ചെങ്കിൽ, ഇന്നും അതുപോലെ സാക്ഷാൽ സ്വതന്ത്രരാക്കുവാൻ ആളുകളെ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം, ഒരു പരിധിവരെ ഒരു സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമര സേനാനികളാകുവാൻ നമുക്കും അത്യാവശ്യമുണ്ട്. അങ്ങനെ മനുഷ്യനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പോരാടുന്ന വ്യക്തികളാണ് ശരിക്കും സുവിശേഷകർ എന്ന് അറിയപ്പെടുന്നത്. കാരണം
അവരില്ലെങ്കിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടിയുള്ള പാപത്തിന്റെ പരിണിത ഫലമെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. എന്നാൽ ആ മരിച്ചെങ്കിലും ആ സ്വാതന്ത്ര്യത്തിലേക്ക് ആളുകളെ നയിച്ചുകൊണ്ടു പോകേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവിലൂടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യരുടെ ലേഖനം, വേദപുസ്തകത്തിലെ വാക്യമാണ്. 2 കൊരിന്ത്യരുടെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് അവിടെ പൗലോസ് പറയുന്ന ചില വാക്കുകളുണ്ട്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ റിക്കൺസിലിയേഷൻ ശരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്, ബട്ട് ഓൾ തിങ്സ് ആർ ഓഫ് ഗാഡ് ഹു റിക്കൺസൈൽഡ് അസ് ടു ഹിംസെൽഫ് ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ ദൈവം തന്നിലേക്ക് നമ്മളെ നിരപ്പിച്ചു. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പീസ് വിത്ത് ഗാഡ്. ദൈവത്തോട് സമാധാനമുണ്ട്. നേരത്തെ സമാധാനമില്ലായിരുന്നു. ദൈവവും നമ്മളും തമ്മിൽ വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ പാപിയായ ഞാൻ ഇക്കരെയും വിശുദ്ധനായ ദൈവം അക്കരെയുമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കൊരിക്കലും ഈ പാപത്തിന്റെ ഗ്യാപ്പ് കടന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയാതിരുന്നതായ ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് ഇറങ്ങി വന്ന് ഒരു ക്രൂശ് കൊണ്ടൊരു പാലം തീർക്കുകയാണ്. പാപിയായ എന്നെയും വിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നതിന്, അഥവാ എന്നെ എന്റെ പാപത്തിന്റെ കടമ്പ കടത്തി, വലിയ അഗാധ ഗർത്തമാണ്, ആ ഗർത്തത്തിൽ വീണുപോകാതെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ആ യേശു കർത്താവിന്റെ ക്രൂശിലൂടെ എന്നെ അക്കരയ്ക്ക് കടത്തുന്നതായ നിരപ്പിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. ഗാഡ് റിക്കൺസൈൽഡ് മീ ടു ഹിം. അവനോട് all things are of God, we who reconciled us to himself through Christ. യേശു ക്രിസ്തുവിലൂടെ, യേശുവിന്റെ ക്രൂശിലൂടെ എന്നെ അക്കരയ്ക്ക് കടത്തുകയാണ്. അതിനിടയ്ക്കുള്ള വലിയ ഗ്യാപ്പ് ഇപ്പോൾ യേശു കർത്താവ് നികത്തിയിരിക്കുകയാണ്. നികത്തിയിരിക്കുന്നത് അവന്റെ ക്രൂശിലൂടെയാണ്. ഞാൻ ഇക്കരയും അക്കരയും നിന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. 2000 വർഷം മുമ്പ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി എന്തോ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നാലും മതിയെന്നല്ല. കർത്താവ് ഒരു പാലം പണിതു. പക്ഷെ നമ്മുടെ ചുമതല എന്താണ്? ഈ പാലം കടന്നു പോകണം. ഈ ക്രൂശിന്റെ പാലം കടന്ന് അക്കരെ ചെല്ലുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ പിതാവായ ദൈവം നോക്കി നിൽക്കുകയാണ്. അതാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. അതാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ഞാനും ദൈവവും ശത്രുപക്ഷങ്ങളിലായിരുന്നപ്പോൾ, ഇരുവശത്തും എനിക്കൊരിക്കലും ദൈവത്തെ തൊടാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, കർത്താവായ യേശു കാൽവറി ക്രൂശിൽ ഒരു കരം കൊണ്ട് എന്റെ കരത്തിലും ഒരു കരം കൊണ്ട് ദൈവത്തിന്റെ കരവും പിടിച്ച് 2 കരങ്ങളും ഒരുമിച്ച് യോജിപ്പിക്കുന്ന നിരപ്പിന്റെ ശുശ്രൂഷയാണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്. ആ നിരപ്പിന്റെ ശുശ്രൂഷയാൽ ഞാനിപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു, സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ പാലം പണിതത് അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകൾ എത്രയോ ഉണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, ഭാരതം സ്വതന്ത്രമായ 1947 ഓഗസ്റ്റ് 14-ാം തീയതി ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാവരും അറിഞ്ഞോ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വല്ലതും അറിഞ്ഞോ? നല്ലൊരു ശതമാനം ആളുകളും അറിഞ്ഞില്ല. പത്രം വായിക്കാൻ കഴിയാത്ത സാധാരണക്കാരായ ആളുകൾ, അവർ വല്ലതും അറിഞ്ഞോ? കാര്യങ്ങൾ വല്ലതും അവരെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ യാഥാർത്ഥ്യമാണ് എന്നതുപോലെ യേശുക്രിസ്തുവിലൂടെയുള്ള നിരപ്പിന്റെ ഈ ശുശ്രൂഷ എല്ലാവർക്കും ഒരുപോലെ യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യം രാഷ്ട്രീയമായി ലഭിച്ചപ്പോൾ ഡൽഹിയിലിരുന്നവർ ഭരിക്കും, ആരെങ്കിലും പുതിയ ആൾക്കാർ ഭരിക്കുന്നു, നമ്മൾ സ്വതന്ത്രരാണെന്ന് പറയുന്നു, ഇവിടെ ആരും അറിയുന്നൊന്നുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. അതെങ്ങനെയാണ്? അവൻ പാലം പണിതെങ്കിലും ഈ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇക്കരെ നിൽക്കുന്ന ഞാൻ യേശുവിന്റെ ക്രൂശിലൂടെ അക്കരെ എത്തി ദൈവത്തെ, പിതാവായ ദൈവത്തെ എംബ്രേസ് ചെയ്യുമ്പോഴാണ്. പിതാവായ ദൈവത്തെ ഞാൻ ആ സംസർഗത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ്. അപ്പോൾ ഇക്കരെയുള്ള ആൾക്കാർ അക്കരെ എത്തണം. ഇനി എന്റെ ചുമതല എന്താണ്? ഞാൻ കടന്നേ, എനിക്കിനിയും വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയല്ല. കാരണം ഞാനൊരു സ്വാർത്ഥനായ വ്യക്തിയല്ല. നമ്മൾ ആരും സ്വാർത്ഥരായ വ്യക്തികളാകാൻ പാടില്ല.
നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിൽ, യേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിച്ചുവെങ്കിൽ, ഇന്നും അടിമത്തത്തിൽ കഴിയുന്ന ജനകോടികൾ ഈ ഭാരതത്തിലുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനകോടികൾ. നമ്മൾ പറയും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന്, അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് പോലെ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ കടക്കാത്തവരായി എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റും. അവരെയൊക്കെ ഈ പാലം കടത്തി അക്കരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം. കാരണം അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. രാഷ്ട്രീയ അടിമത്തം ഒരിക്കലും നല്ല കാര്യമല്ല. സാമ്പത്തിക അടിമത്തം ഒരിക്കലും നല്ല കാര്യമല്ല. സാമൂഹ്യ അടിമത്തം ഒരിക്കലും നല്ല കാര്യമല്ല. എന്നാൽ അതിൻ്റെയൊക്കെ കോൺസിക്വൻസ് ഈ ഭൂമിയിൽ വെച്ചാണ്. എന്നാൽ പാപത്തിന്റെ അടിമത്തത്തിന്റെ കോൺസിക്വൻസ് ഈ ഭൂമിയിൽ വെച്ചല്ല, നമ്മളെ അത് നിത്യനരകത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ, പുത്രൻ നമുക്ക് ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ നൽകുന്നുവെങ്കിൽ, നമ്മൾ നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഇന്നോ നാളെയോ തീർന്നു പോകുന്നതല്ല, നിത്യത മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് നമുക്ക് ലഭിക്കുന്ന പുത്രനിലൂടെയുള്ള പാപത്തിൽ നിന്നുള്ള മോചനം. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത്. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളോട് പറയുന്നതാണ്, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. യഥാർത്ഥത്തിൽ വലിയ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കേണ്ടത്, ആ പ്രാപിക്കുന്നത് മാത്രമല്ല, അനേകർക്കത് പരിചയപ്പെടുത്തി കൊടുക്കുകയും അനേകരെ കൈവിളിച്ച് ഈ പാലത്തിങ്കലേക്ക് കൊണ്ടുവരികയും. യേശു നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ കരം പിടിച്ച് യേശുവിൻ്റെ കരത്തിൽ കൊടുക്കണം. അപ്പോൾ യേശു എന്ത് ചെയ്യും? ആ വ്യക്തിയെ അവന്റെ കരം പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഇപ്പോൾ വിദൂരത്തിൽ കിടക്കുന്ന ഈ ജനങ്ങൾ, അവരെ ഈ നിരപ്പിന്റെ ശുശ്രൂഷ യേശു കർത്താവ് നിർവഹിച്ചെങ്കിൽ, ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പറയുന്നത്, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നെന്ന്. അതായത് ഞങ്ങളെ നിരപ്പിച്ചു, ഇപ്പോൾ ഞങ്ങൾക്ക് ആ ശുശ്രൂഷ നൽകിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിരപ്പ് പ്രാപിച്ചവരാണെങ്കിൽ ഇപ്പോൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കണം. 2 കൊരിന്ത്യർ 5:19 ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പക്കൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പക്കലും കൂടെയാണ്. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ പക്കൽ, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ, സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണെങ്കിൽ, ഈ നിരപ്പിന്റെ വചനം, ഏതാണ് നിരപ്പിന്റെ വചനം? അവിടെ നമ്മൾ കണ്ടല്ലോ, ക്രിസ്തു മൂലം നമ്മോട് ദൈവം നമ്മെ നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചുവെങ്കിൽ, ആ നിരപ്പിന്റെ വചനം ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, അഥവാ നിങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിന്റെ വചനവുമായി ഈ സദ്വർത്തമാനം കേൾക്കാത്ത ആളുകളുടെ മധ്യത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. അവരുടെ അടുക്കൽ ചെന്ന് പറയണം, ഇനി നിങ്ങൾ പാരതന്ത്ര്യത്തിൽ കഴിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ മരിച്ച യേശു കർത്താവ് നിങ്ങളുടെ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവത്തോട് നിങ്ങളെ നിരപ്പിക്കുവാൻ വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. അവന്റെ മരണത്താൽ നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കാൻ പറ്റും, നിരപ്പ് പ്രാപിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വിദൂരത്തിലിരിക്കുന്ന ദൈവത്തോട് സംസർഗം പ്രാപിക്കുവാൻ കഴിയും. ഈ ക്രൂശിലൂടെ ഒന്ന് കയറിയിറങ്ങിയാൽ മതി. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നിങ്ങളൊന്ന് കയറിയിറങ്ങിയാൽ അവിടുന്ന് നിങ്ങൾക്ക് നൽകുന്ന പാപമോചനം നിങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പ്രാപ്തമാക്കും. ഈ വചനം നിങ്ങൾ എങ്ങോട്ട് കൊണ്ടു കൊടുക്കണം? ഇതറിയാൻ വയ്യാത്ത ആളുകളുടെ അടുക്കൽ കൊണ്ടു കൊടുക്കണം. നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ വീട്ടുകാര്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അയൽവക്കക്കാർ, അവർക്കൊക്കെ ഈ നിരപ്പിന്റെ വചനം നിങ്ങൾ കൊണ്ടു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, അഥവാ നിങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. 20 വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന്
ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നോക്കുക, പൗലോസ് പറയാണ്, ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചു, എന്നിട്ട് ഞങ്ങളെ ഇപ്പം കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആക്കിയിരിക്കുകയാണ്, സ്ഥാനാപതികൾ. അപ്പൊ നിങ്ങളൊക്കെ ആരാ? അംബാസിഡേഴ്സാ. ആരുടെ അംബാസിഡർ? രാഷ്ട്രീയ അംബാസിഡർ അല്ല, പ്രത്യുത ക്രിസ്തുവിന്റെ അംബാസിഡറാ. ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എന്റെ അംബാസിഡറാണ്. ചെന്ന് പറ, എനിക്ക് പറയാനുള്ളത് അവരോട് പറ. എനിക്ക് എന്താണ് കർത്താവിന് ഈ ജനതയോട് പറയാനുള്ളത്? നിങ്ങൾ ഇനി പാപത്തിൽ കഴിയേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഞാൻ കാൽവറി ക്രൂശിൽ മരിച്ചു. നിങ്ങളുടെ ലംഘനങ്ങളെ കണക്കിടാതെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ നിങ്ങളുടെ കരം എന്റെ കരത്തിലോട്ടൊന്ന് താ. എന്റെ ക്രൂശിലൂടെ ഞാനൊന്ന് കടത്തിവിടാം, പിതാവിനെ ഫലമേൽപ്പിക്കാം. അങ്ങനെ ഇതുവരെ ശത്രുതയിലായിരുന്ന നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഞാൻ നിരപ്പിക്കാം. ഈ നിരപ്പിന്റെ, അതായത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിരന്നുകൊള്ളുവിൻ, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. അതിനുവേണ്ടിയാണ് ഞാൻ കാൽവറി ക്രൂശിൽ മരിച്ചതെന്ന് യേശു പറയുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി, യേശുക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ഈ സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആവശ്യമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യം ആവശ്യമാണ്, സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം ലഭിച്ചവനും പാപത്തിന്റെ അടിമയാണെങ്കിൽ അവൻ പാരതന്ത്ര്യത്തിൽ കഴിയുന്നവനാണ്, അവൻ അരിഷ്ട മനുഷ്യനാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? ധൃതരാഷ്ട്രർ പറയുന്നത് പോലെ, നന്മ ചെയ്യണമെന്ന് എനിക്കറിയാം, നന്മ എന്താണെന്നും എനിക്കറിയാം, നന്മ ചെയ്യണമെന്നും എനിക്കറിയാം, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന അവസ്ഥ. അതിനി ആവശ്യമില്ല. വരിക, യേശുവിങ്കലേക്ക് വരിക, നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരുവാൻ, നിങ്ങളെ ദൈവത്തോട് നിരപ്പിക്കുവാൻ. യേശു കർത്താവ് ഇന്ന് ഈ വാക്കുകൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് പറയാണ്, മോനെ, മോളെ, വാ, എന്റെ ക്രൂശിലേക്ക് വാ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്ക്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. ആ യേശുവിന്റെ സ്ഥാനാപതികളായി ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. നിങ്ങൾ നിരപ്പ് പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾ സ്ഥാനാപതികളാണ്. മറ്റുള്ളവരോട് ചെന്ന് പറയുക, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ മറ്റുള്ളവരോട് പറയുക. സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ബാക്കിയുള്ള സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ ഇത് നഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യമല്ല, നിങ്ങളെ നിത്യജീവനിലേക്ക് നടത്തുന്നതായ സ്വാതന്ത്ര്യം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനുള്ള ഈ അവസരം നിങ്ങൾ ഇല്ലാതെയാക്കരുത്. നമുക്ക് ഓരോരുത്തരോടും പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് നന്ദി കർത്താവേ. സാമ്പത്തിക സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് ഞങ്ങളെല്ലാം പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നുവെന്നും ആ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നീ ഞങ്ങൾക്ക് പകരമായി കാൽവറി ക്രൂശിൽ മരിച്ചു, ഞങ്ങളെ ദൈവത്തോട് നിരപ്പിക്കുവാൻ അവിടുത്തെ രക്തം ചൊരിഞ്ഞു. അതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി കരയേറ്റുന്നു കർത്താവേ. യേശുവേ, ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ഉള്ള നിന്റെ ആ അഭ്യർത്ഥന, നിന്റെ കൽപ്പന, അത് അംഗീകരിച്ചവർക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. എന്നാൽ അങ്ങനെ അംഗീകരിച്ചവർ, മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ അങ്ങനെ അതിന് കഴിയാത്തവരായിരിക്കുന്ന ആളുകളുടെ അടുക്കൽ ചെന്ന് ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് പറയുവാൻ നീ അനേകരെ ഒരുക്കണമേ. അനേകര് ഈ വാക്കുകൾ കേൾക്കുന്ന ആളുകൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി മറ്റുള്ളവരോട് ചെന്ന് പറയുവാൻ ഇടയാകട്ടെ. അവരിലൂടെ അനേകം ആളുകൾ യേശു ക്രിസ്തുവിലൂടെയുള്ള നിരപ്പ് പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അങ്ങനെ കർത്താവെ, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് പിതാവായ ദൈവവും ഒന്നിച്ചുള്ള സഹവാസത്തിൽ ജീവിക്കുവാൻ അനേകരെ നീ ഒരുക്കണമേ. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.